ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് LDCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളം ഭാഗത്തെ കുറച്ച് PYQs ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്ത വാക്കുകളിൽ ശരിയായ രൂപമേത്? ഓപ്ഷൻസ് യാദൃച്ഛികം, യാദൃശ്ചികം, യാദൃച്ഛികം, യാദൃച്ഛികം. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, യാദൃശ്ചികം. അപ്പോൾ താഴെ കൊടുത്ത വാക്കുകളിൽ ശരിയായ രൂപം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, യാദൃശ്ചികം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തതിൽ വ്യാകരണപരമായി തെറ്റായ വാക്യം ഏതാണ്? 100-ന് 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. 100-ന് 90 അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. 100% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 100-ന് 90% അധ്യാപകരും ആത്മാർത്ഥതയുള്ളവരാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത വാക്കുകളിൽ ചന്ദനത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? താഴെ കൊടുത്ത വാക്കുകളിൽ ചന്ദനത്തിൻ്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് മലയജം, മാലേയം, ഗന്ധസാരം, സുധാംശു. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സുധാംശു. അപ്പോൾ ബാക്കിയുള്ള 3 ഓപ്ഷൻസും ചന്ദനത്തിൻ്റെ പര്യായമാണ്. പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി സുധാംശു ആണ് ഇവിടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, അധികം സംസാരിക്കുന്ന ആൾ എന്ന് അർത്ഥം കിട്ടുന്ന വാക്ക് ഏത്? അധികം സംസാരിക്കുന്ന ആൾ എന്ന് അർത്ഥം കിട്ടുന്ന വാക്ക് ഏത്? ഓപ്ഷൻസ് വാഗ്മി, വാചാലൻ, മൃദുഭാഷി, സൂക്ഷ്മഭാഷി. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വാചാലൻ. അധികം സംസാരിക്കുന്ന ആൾ എന്ന അർത്ഥം കിട്ടുന്ന വാക്ക് വാചാലനാണ്. അടുത്ത ചോദ്യം, ആധുനാതനം എന്ന വാക്കിൻ്റെ വിപരീത പദമേത്? ഓപ്ഷൻസ് ആധുനികം, സമകാലികം, പുരാതനം, ഉത്തരാധുനികം. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പുരാതനം. ആധുനാതനം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, പുരാതനം. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത വാക്യങ്ങളിൽ മലയാള ശൈലിക്ക് ഏറ്റവും യോജിച്ച വാക്യമേത്? ഓപ്ഷൻസ് എല്ലാ സ്ഥലത്തും കൊടിതോരണങ്ങൾ പാടില്ല, രാമനെ ഒരു പാമ്പു കടിച്ചു, അവളുടെ കണ്ണിണകൾ പിടയ്ക്കുന്നത് ഞാൻ കണ്ടു, പഠനകാര്യങ്ങളിൽ ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, എല്ലാ സ്ഥലത്തും കൊടിതോരണങ്ങൾ പാടില്ല. താഴെ കൊടുത്ത വാക്യങ്ങളിൽ മലയാള ശൈലിക്ക് ഏറ്റവും യോജിച്ചതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, എല്ലാ സ്ഥലത്തും കൊടിതോരണങ്ങൾ പാടില്ല. അടുത്ത ചോദ്യം, ചാടി, പുറപ്പെട്ടു എന്നീ വാക്കുകൾ ചേർത്തെഴുതിയാൽ ശരി രൂപം ഏത്? ഓപ്ഷൻസ് ചാടി പുറപ്പെട്ടു, ചാടി പുറപ്പെട്ടു, ചാടി പുറപ്പെട്ടു. ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചാടി പുറപ്പെട്ടു. 2 വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, തത്വം എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ കിട്ടുന്നത്? ഓപ്ഷൻസ് തത്ത് പ്ലസ് ത്വം, തത് പ്ലസ് ത്വം, ത പ്ലസ് ത്വം, തത്ത് പ്ലസ് ദ്വം. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, തത്ത് പ്ലസ് ത്വം. അപ്പോൾ തത്വം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ തത്ത് പ്ലസ് ത്വം ആണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത വാക്യങ്ങളിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻസ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു, മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു, മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു, മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചു. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ചു. താഴെ കൊടുത്ത വാക്കുകളിൽ പൂജകാർത്ഥം കാണിക്കാത്തത് ഏത്? സ്വാമിയാർ, ഹാജിയാർ, വാദ്യാർ, അധ്യാപകർ. അപ്പോൾ പൂജകാർത്ഥം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, അധ്യാപകർ. ഓപ്ഷൻ ഡി അധ്യാപകരാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? സമ്രാട്ട്, സാമ്രാട്ട്, സമ്രാട്ട്, സാമ്രാട്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സമ്രാട്ട്. ഓപ്ഷൻ എ സമ്രാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്ദം എന്ന വാക്കിൻ്റെ വിപരീത പദമേത്? ശുഭം, ശീഘ്രം, ശമം, സ്ഥൂലം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ശീഘ്രം. മന്ദം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ശീഘ്രം.
അടുത്ത ചോദ്യം ശരിയായ പദമേത്? ശരത് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ, ശരചന്ദ്രൻ, ശരചന്ദ്രൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ശരചന്ദ്രൻ. അപ്പോൾ ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ശരചന്ദ്രൻ. അടുത്ത ചോദ്യം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റ പദമേത്? ഓപ്ഷൻസ് ബുഭുക്ഷു, പിപാസു, ദിദൃക്ഷു, പിപടിഷു. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റ പദമാണ് ബുഭുക്ഷു. അടുത്ത ചോദ്യം മുറ്റം എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതേത്? മുറ്റം എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് അജിരം, കൃപാണം, ചത്വരം, അങ്കണം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൃപാണം. മുറ്റം എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി 3 ഓപ്ഷൻസും മുറ്റം എന്നതിൻ്റെ പര്യായ പദമാണ്, കൃപാണമാണ് പര്യായ പദം അല്ലാത്തത്. അടുത്ത ചോദ്യം ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? ഓപ്ഷൻസ് ആരംഭിക്കുക, കൂലി കൊടുക്കുക, അവസാനിക്കുക, പരിഹസിക്കുക. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അവസാനിക്കുക. അപ്പോൾ ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുക എന്നതാണ്. അടുത്ത ചോദ്യം ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനമേത്? ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനമേത്? ഓപ്ഷൻസ് അയഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക, യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതലുണ്ടെന്ന് കാണിക്കുക, ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക, തെറ്റായ മാർഗത്തിൽ സഞ്ചരിപ്പിക്കുക. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അയഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം. അടുത്ത ചോദ്യം ചിറ്റോളം എന്നത് പിരിച്ചെഴുതുക. ഓപ്ഷൻസ് ചിറ്റ് പ്ലസ് ഓളം, ചിറ പ്ലസ് ഓളം, ചിറ്റ പ്ലസ് ഓളം, ചിറു പ്ലസ് ഓളം. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ചിറു പ്ലസ് ഓളം. അപ്പോൾ ചിറ്റോളം എന്നത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് ചിറു പ്ലസ് ഓളം എന്നാണ് കിട്ടുന്നത്. ചിറു പ്ലസ് ഓളമാണ് ചിറ്റോളം. അടുത്ത ചോദ്യം പ്രസാദം, പ്രാസാദം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്നവ ഏതാണ്? ഓപ്ഷൻസ് സന്തോഷം മുളക്, സന്തോഷം മാളിക, സന്ദേശം കുയിൽ, സൂത്രം വൃക്ഷം. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സന്തോഷം മാളിക. അപ്പോൾ പ്രസാദം, പ്രാസാദം എന്നീ പദങ്ങളുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസാദം എന്ന് പറഞ്ഞാൽ സന്തോഷവും, പ്രാസാദം എന്ന് പറഞ്ഞാൽ മാളിക എന്നിങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം ഏകവചന രൂപമേത്? ഓപ്ഷൻസ് മിടുക്കർ, അധ്യാപകർ, ഭാഗവതർ, മനുഷ്യർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഭാഗവതർ. ഏകവചന രൂപമാണ് ചോദിച്ചിരിക്കുന്നത്, ഭാഗവതറാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ബഹുവചന രൂപമേത്? ഓപ്ഷൻസ് ദ്രോണർ, വൈദ്യർ, മരയ്ക്കാർ, ഭൃത്യർ. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭൃത്യർ. തന്നിരിക്കുന്നതിൽ ഭൃത്യരാണ് ബഹുവചന രൂപത്തിന് ഉദാഹരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.